ഒരു ഈവനിങ് വ്ലോഗായാലോ അതേ പിള്ളേർ ടി വി കാണാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ജെല്ലീസൊക്കെ കൊടുത്ത് ഇരുത്തിയേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കോഫി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഡോൺ ചേട്ടനും തോമും കൂടെ റിലയൻസിൽ പോയിക്കായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ 5 പേര് ഒന്നിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ കാല് വയ്യാത്ത ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ചില്ലി പനീറും എഗ് ഫ്രൈഡ് റൈസുമാണ്. ഞാൻ ഓൾറെഡി റൈസ് നമ്മുടെ ആകാരോൻ്റെ റൈസ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉള്ളി എരിയുന്ന കഥനമായ എൻ്റെ കരച്ചിലാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇനി എന്നെ കണ്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്നെ കാണിച്ചാണ് കേട്ടോ. നല്ല എരിയുള്ള സബോള എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ എരിവുള്ള സബോളയാണ് കൂടുതലും ഇറങ്ങുന്നത്. ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിച്ചാലും ഇത് തന്നെ, കടയിൽ നിന്ന് മേടിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ പനീരൊക്കെ ഞാൻ ഉച്ചയ്ക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫ്രൈ ചെയ്തു. ആദ്യം ഞാൻ ചില്ലി പനീർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. റൈസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് എല്ലാം റെഡി ആയപ്പോൾ അടുത്തത് ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ഒരു 7:45 ആയിട്ടുണ്ടായിരുന്നു. അല്ല, 7:45 ആയപ്പോഴത്തേനും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്കിനി നേരത്തെ ഡിന്നർ കഴിച്ചുകൂടെ, എന്നിട്ട് നേരത്തെ കിടന്നുറങ്ങാം. അപ്പോൾ അതേ എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ അടുക്കളയുടെ അവസ്ഥ. അപ്പോൾ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സെറ്റ് കഴുകി ഒതുക്കി, അതായത് കറികളൊക്കെ മൂടി വെച്ചിട്ട് ആ സിങ്കിലിടുന്ന പാത്രമൊക്കെ കഴുകി ഒതുക്കി ഇത് ഡ്രോയറൊക്കെ തുറന്ന് കിടപ്പുണ്ട്. അതൊക്കെ അടച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി പിള്ളേരുടെ ഫ്ലാസ്ക് കുപ്പി അതൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ റീഫിൽ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെടി നനയ്ക്കാൻ പോകുന്നതിന് മുമ്പ് ഇവരൊക്കെ ഭയങ്കര ഫോൺ കാണിച്ചാലും ഫുട്ബോൾ കളിയിലും ഒക്കെയാണ്. അപ്പോൾ അതേ ഡോൺ ചേട്ടനും ഡിമ്പിളോട് ഇരിക്കുന്നുണ്ട്. ഡിമ്പിളുടെ വയ്യാത്ത കാലമാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. അപ്പോൾ അതേ ചാക്കോനെ നമ്മുടെ മരുന്ന് കൊടുക്കാൻ കൊണ്ട് ഇരുത്തിയേക്കാണ്. അവൻ ആകെ ടയേർഡായി, ഒട്ടും വയ്യ, പനി അവനെ വല്ലാണ്ട് ബാധിച്ചു കേട്ടോ. എന്നാലും ബെറ്ററായി, എന്നാലും ആകെ ക്ഷീണിച്ചു കേട്ടോ. അവൻ്റെ ആ ഒരു ചബ്ബി ഫേസൊക്കെ പോയി, ഡ്രസ്സൊക്കെ കളിക്കുകയാണ്. അങ്ങനെ അതേ ഞാൻ ഡിന്നർ കഴിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇനി മമ്മി മാത്രമേ കഴിക്കാനുള്ളൂ. അപ്പോൾ മമ്മിക്കുള്ളതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ പാച്ചുവിൻ്റെ തിളപ്പിക്കാനുള്ളതെല്ലാം തിളപ്പിക്കാൻ വെച്ചു. മല്ലിപ്പൊടിയൊക്കെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് മമ്മിക്കുള്ള ഫുഡാണേ. അങ്ങനെ അത് കഴിഞ്ഞതേ എല്ലാ പരിപാടികളും എൻ്റെ കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ്ങും അടിച്ചു വാരലും. ഞാൻ ആ ലാസ്റ്റ് പോകുന്നെങ്കിൽ ഞാൻ ഫുൾ കിച്ചൺ അടിച്ചു വാരി ഇട്ടിട്ടേ പോവുള്ളൂ. കാരണം നാളെ രാവിലെ ഞാനായിരിക്കും ആദ്യം അടുക്കള കാണുക. അപ്പോൾ അതൊരു ഫ്രഷ് ഫീലിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അടിച്ചു വാരി ഇട്ടിട്ടാണ് കേട്ടോ പോവുക. ഈ അകാരൻ്റെ ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പം ഞാനത് ടാഗ് പ്രൊഡക്ട്സിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ പാച്ചുവിൻ്റെ കെയർ ടേക്കർ ഇപ്പോൾ അപ്പാപ്പനാണ്. അത് കുളിപ്പിച്ച് സുന്ദര കുട്ടനായിട്ട് ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പാച്ചു അമ്മയും കിടന്നുറങ്ങാൻ പോവും. ഞാനും കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. മമ്മി ഇന്ന് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കുടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായിട്ട് ഡിമ്പിളിനെ മരുന്ന് നിർബന്ധിച്ച് കുടിപ്പിച്ച് വന്നപ്പോൾ അവരും അറിയാം. അപ്പോൾ നാളെ കാണാം. ബൈ.